ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോക്ക്, എ ഈക്വൽ ടു തന്നിരിക്കുന്നത് 0 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 0. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് 1 ഐ പ്ലസ് എ, അതായത് ഐ പ്ലസ് എ ഈസ് ഈക്വൽ ടു ഐ മൈനസ് എ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് എ അല്ലേ. ഈ ഐ എന്ന് പറയുന്നത് 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് 1 0 0 1 പ്ലസ് എ എന്ന് പറയുന്നത് 0 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 0 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ 1 പ്ലസ് 0 1 0, അപ്പോൾ മൈനസ് ടാൻ ആൽഫ ബൈ 2, പിന്നെ 0 പ്ലസ് ടാൻ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ബൈ 2, പിന്നെ 1 പ്ലസ് 0 1. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ LHS. ഇത് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക അല്ലേ. RHS എന്താ നോക്ക്. RHS എന്ന് പറയുന്നത് ശ്രദ്ധിക്കേ, എന്താ എഴുതുന്നത്? RHS ആണ് എഴുതുന്നത്. RHS ഈസ് ഈക്വൽ ടു ഐ മൈനസ് എ ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, പിന്നെ സൈൻ ആൽഫ കോസ് ആൽഫ. ക്ലിയർ ആയോ? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഐ മൈനസ് എ എന്ന് പറയുമ്പോൾ 1 0 0 1 മൈനസ് എ എന്ന് പറയുന്നത് ഇതൊരു ബ്രാക്കറ്റിൽ കേട്ടോ. എ എന്ന് പറയുന്നത് എന്താ? നമ്മളെ എ എന്ന് പറയുന്നത് 0 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 0, അതായത് 0 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 0. ക്ലിയർ ആയോ? ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ടാൻ ആൽഫ ബൈ ടൈംസ് എന്താ വരുന്നത്? ഇൻറ്റു നമ്മൾ ഈ രണ്ട് ടേമും ഇവിടെയാണ് വരുന്നത്. ഐ മൈനസ് എന്ന് പറയുന്നതാണ് ഇത്. ഇൻറ്റു എന്ത് വരും? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ഇക്വേഷനിൽ എത്തിക്കണം അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്താവും പറയാൻ പറ്റുള്ളൂ, LHS ഈക്വൽ ടു RHS എന്ന് പറഞ്ഞിട്ട് അപ്ലൈ നമ്മൾ ആ ഇക്വേഷൻ എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. അപ്പം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക നോക്കാം അല്ലേ. ഇതെന്താ വരിക? 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1, 0 മൈനസ് മൈനസ് ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. 0 മൈനസ് മൈനസ് ടാൻ, അപ്പോൾ ഇവിടെ മൈനസ് ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. പിന്നെ 1 മൈനസ് 0 എന്ന് പറയുന്നത് 1 അല്ലേ, ഈക്വൽ ടു ഇൻറ്റു എന്ത് വരും? നമ്മൾ ഈ ടേം കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ക്ലിയർ ആയോ? ഇതെങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും? ഈ റോയും കോളവും 1 ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുമ്പോൾ കോസ് ആൽഫ, ടാൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ അല്ലേ. ഇനി ഈ റോയും ഈ കോളും 1 ഇൻറ്റു മൈനസ് സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ. പിന്നെ
ഡിനോമിനേറ്ററിലുള്ള റോയും താഴത്തുള്ള റോയും ഈക്വളും മൈനസ് ടാൻ ആൽഫ ബൈ 2. ഈ മൈനസും എന്താവും പ്ലസ് ആവും. പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ. സോറി ഈ മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഇതല്ല ചെയ്യേണ്ടത്, കോസ് ആൽഫ പ്ലസ് 1 ഇൻറ്റു സൈൻ ആൽഫ. പിന്നെ മൈനസ് ടാൻ ആൽഫ ഇൻറ്റു ഇത് രണ്ടും കൂടി മൈനസും എന്താ പ്ലസ് ആവും. ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? ഇത് നമ്മളെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം? ശ്രദ്ധിക്ക്, അത് നമുക്ക് ഓരോ ടേമായിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് ഈ ടേം. ശ്രദ്ധിക്ക്, ഈ ടേമാണ് ഞാൻ എടുക്കുന്നത് അല്ലേ? അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ അല്ലേ? ഇത് നമ്മളെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? ഈ കോസ് ആൽഫയ്ക്ക് പകരം അതായത് ഈ കോസ് ആൽഫയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ എങ്ങനെയാണ് വരുന്നത്? കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. കോസ് തീറ്റ തന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് അല്ലേ? അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ കോസ് ആൽഫ എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. ഇവിടെ 2 തീറ്റ ആകുമ്പോൾ ഇവിടെ തീറ്റ വന്നു. അപ്പോൾ ഇവിടെ ആൽഫ വരുമ്പോൾ ഇവിടെ എന്ത് വരും? ആൽഫ ബൈ 2 വരും. പ്ലസ് ഈ ടാനിനെ എങ്ങനെ എഴുതാം? സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് വരില്ലേ അല്ലേ? സൈന് ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ല. ഇൻറ്റു ഈ സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ 2 തീറ്റയ്ക്ക് ഒരു ഫോമുല ഉണ്ട്. സൈൻ 2 തീറ്റേൻ്റെ ഫോമുല എന്താ? 2 സൈൻ തീറ്റ ഇൻ ടൈംസ് കോസ് തീറ്റ. അപ്പോൾ സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 അല്ലേ? ഈ കോസ് ആൽഫ ബൈ 2 ഈ കോസ് ആൽഫ ബൈ 2 കട്ട് ചെയ്യാം. ഇത് രണ്ടും എന്താവും? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് ഇവിടെ കണ്ടോ 2 സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. ക്ലിയർ ആയോ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായി? 1 ആയി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഈ ടേമിന് പകരം ഇവിടെ എന്ത് വന്ന്? അവിടെ 1 ആണ് വരിക അല്ലേ? അവിടെ 1 വരും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇത് നോക്കാം. ഈ ടേം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 1 എന്ന് കിട്ടി. ഇനി അടുത്തത് ഈ മൈനസ് സൈൻ ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. അതായത് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഈ വാല്യൂനെ അല്ലേ? സൈൻ ആൽഫയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 എന്ന് ഇടാം
അല്ലേ? പ്ലസ് ടാൻ ആൽഫയ്ക്ക് പകരം എന്ത് എഴുതാം? സൈൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇൻ ടു ഈ കോസ് 2 തീറ്റയ്ക്ക് ഒരു ഫോമുല ഉണ്ട്. എന്താ വരിക? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ? അത് ഞാനിവിടെ ഈ ഫോമുല ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. അപ്പോൾ കോസ് ആൽഫ എന്ന് പറയുന്നത് എന്താ വരിക? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1. ക്ലിയർ ആയോ? ഇതിൽ കണ്ടോ, ഇവിടെ അതാ ഒരു സൈൻ ആൽഫ ബൈ 2, ഇവിടെയും സൈൻ ആൽഫ ബൈ 2. അത് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് വരും? സൈൻ ആൽഫ ബൈ 2 ടൈംസ് ബാക്കിയുള്ള ആരാ? മൈനസ് 2 കോസ് ആൽഫ ബൈ 2 അല്ലേ? പ്ലസ് ഇത് പോയി. അപ്പോൾ എന്താ വരിക? 1 ബൈ കോസ് ആൽഫ ബൈ 2 ഇൻറ്റു എന്ത് വരും? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1. ക്ലിയർ ആയോ? ഹോൾ ബ്രാക്കറ്റിലൂടെ ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഞാൻ മൈനസ് സൈൻ ആൽഫ ബൈ 2 പുറത്തെടുത്തേ ഉള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ശ്രദ്ധിക്കുക. ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു മൈനസ് 2 കോസ് ആൽഫ ബൈ 2 പ്ലസ് ഇത് ഉള്ളിലേക്ക് എടുക്കുക, ഈ കോസ് ആൽഫ ബൈ 2. അപ്പോൾ ഇതെന്ത് വരും? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ ഒരു കോസ് ആൽഫ ബൈ 2 വരും അല്ലേ? മൈനസ് ഇവിടെ എന്താ വരിക? 1 ബൈ കോസ് ആൽഫ ബൈ 2 മൈനസ് 1. അപ്പോൾ ഇവിടെ മൈനസ് 1 ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് വരും. കോസ് ആൽഫ ബൈ 2. ക്ലിയർ ആയോ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? സൈൻ ആൽഫ ബൈ 2 ടൈംസ് മൈനസ് 2 കോസ് ആൽഫ ബൈ 2. ഈ ഒരു കോസ് ആൽഫ ബൈ 2 ഈ ഒരു കോസ് ആൽഫ ബൈ 2 പോകും. അപ്പോൾ എന്ത് വരും? 2 കോസ് ആൽഫ ബൈ 2 മൈനസ് 1 ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് വരും. ക്ലിയർ ആയോ? ഇത് രണ്ടും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ സൈൻ ആൽഫ ബൈ 2, അപ്പോൾ ഇതെന്താ ചെയ്യുക? ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്നായി. ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? മൈനസ് ടാൻ ആൽഫ ബൈ 2. ക്ലിയർ ആയോ? അപ്പം ഇതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? മൈനസ് ടാൻ ആൽഫ ബൈ 2. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു. കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഈ സാധനം കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ അല്ലേ? ഇത് തന്നെയല്ലേ ഇതും അല്ലേ? ഇവിടെ കോസ് ആൽഫ, ആദ്യം കോസ് ആൽഫ, ഇവിടെ ഫസ്റ്റ് കോസ് ആൽഫ ഫസ്റ്റ് ടേം കോസ് ആൽഫ ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ടേമാണ് കോസ് ആൽഫ. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും വരിക? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 1 തന്നെയാണ് വരിക. ക്ലിയർ ആയോ? ഇനി ഇത് നോക്ക്. ഇതിൽ ഈ ഇക്വേഷനിൽ ഇതിൽ നിങ്ങൾ ഒരു മൈനസ് പുറത്തെടുത്താൽ എന്താ വരിക? മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഈ പ്ലസ് സൈൻ ആൽഫ എന്ത് വരും? മൈനസ് സൈൻ ആൽഫ എന്ന് വരില്ല. ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ എന്നല്ലേ വരിക അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്, ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. അതിൻ്റെ വാല്യൂ ആണ് എന്ത് വരിക? മൈനസ് ടാൻ ആൽഫ ബൈ 2. കാരണം അതാ മൈനസ് സൈൻ കണ്ടോ? അതല്ലേ ഇത് അല്ലേ? ഈ വാല്യൂ അല്ലേ അത്? അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഇത് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? മൈനസ് ഓഫ് മൈനസ് ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. എന്താ വരിക? ടാൻ ആൽഫ ബൈ 2 അല്ലേ?
അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഈ മെട്രിക്സ് എന്താ വരിക? ഈ മെട്രിക്സ് 1, ഇത് മൈനസ് ടാൻ ആൽഫ ബൈ 2, പിന്നെ ടാൻ ആൽഫ ബൈ 2, ടാൻ ആൽഫ ബൈ 2 1. ക്ലിയർ ആയോ? ഇതന്നെയാണ് നമ്മൾ എന്ത് LHS. അപ്പം നമ്മളത് പ്രൂവ് ചെയ്തു. ക്ലിയർ ആയോ? നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ എ ട്രസ്റ്റ് ഫണ്ട് ഹാസ് rupees 30,000, അല്ലേ? That must be divided into two different types of bonds. The first bond pays 5% interest per year, and the second bond pays 7% interest per year. Using matrix multiplication, determine how to divide this. അല്ല, അപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 30,000 എന്നൊരു എമൗണ്ട് ഉണ്ട്, അല്ലേ? അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഒന്ന് 5% ഇൻട്രസ്റ്റും തരുന്നുണ്ട്, മറ്റേത് 7% ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സ് ആണെന്ന് വിചാരിച്ചോ 5% ഇൻട്രസ്റ്റ് തരുന്നത്, അല്ലേ? ഇതാണ് നമ്മളെ 5% ഇൻട്രസ്റ്റ് തരുന്ന എമൗണ്ട്, അല്ലേ? ബാക്കി ഇവിടെ എക്സ് ആണെങ്കിൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ടാവും? ബാക്കി എത്രയാ? 30,000 മൈനസ് എക്സ് അല്ലേ ഉണ്ടാവുക? അതാണ് 7% തരുന്നതെന്ന് അസ്യൂം ചെയ്യുക. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ലെറ്റ് എക്സ് ബി ദ amount invested in first bond or the bond that gives 5% interest. അപ്പം മറ്റേത് എന്തായിരിക്കും വരിക? Therefore the amount invested in the second bond എന്തായിരിക്കും വരിക? സെക്കൻഡ് ബോണ്ട് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 30,000 മൈനസ് എക്സ്. ക്ലിയർ ആയോ? 30,000 മൈനസ് എക്സ്. അപ്പം നമ്മളിത് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയത്? കേസ് 1 ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഞാനിത് മെട്രിക്സ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഞാനിവിടെ എക്സ് എഴുതി, ബാക്കി എമൗണ്ട് എത്രയാണ് വരിക? 30,000 മൈനസ് എക്സ്. ഇതൊരു റോ മെട്രിക്സ്, അതുപോലെ തന്നെ ഒരു കോളം മെട്രിക്സ്. ഇവിടെ 5%, ഇവിടെ എത്രയാ? 7%. ക്ലിയർ ആയോ? ഇത് പേഴ്സൻറ്റേജ് ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം 5% എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക? 5/100 എന്ന് എഴുതണം, അല്ലേ? ഇവിടെ എന്ത് എഴുതുക? 7/100. ഇതാണ് എത്ര കിട്ടുന്നത് നമുക്ക്? ഫസ്റ്റ് കേസിൽ 1800 കിട്ടുന്നത്, അല്ലേ? അപ്പോൾ മെട്രിക്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇതെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് ഇൻറ്റു 5/100 പ്ലസ് 30,000 മൈനസ് എക്സ് ഇൻറ്റു 7/100 ഈസ് ഈക്വൽ ടു 1800, അല്ലേ? ഇതിൽ 100 കോമൺ അല്ലേ? അപ്പം മുകളിൽ എന്തൊരു 5x പ്ലസ് 7 ഇൻറ്റു അപ്പം എത്ര വരും? 21,0,0,0,0 2,10,000 മൈനസ് 7x ഹോൾ ഡിവൈഡഡ് ബൈ 100 കോമൺ അല്ലേ? 100 ഈസ് ഈക്വൽ ടു 1800. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2x പ്ലസ് 21,0,0,0,0 ഈക്വൽ ടു 1800 ഇൻറ്റു എന്ത് വരും? 100, അല്ലേ? അപ്പം മൈനസ് 2x ഈസ് ഈക്വൽ ടു എന്താ വരിക? 00 മൈനസ് 2,10,000, അല്ലേ? ഇതിപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2x ഈസ് ഈക്വൽ ടു
മൈനസ് 30,000 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ എക്സ് എത്രയാണ് വരിക? 15,000 ആണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കേണ്ട മെട്രിക്സ് എന്താ വരിക? ഫസ്റ്റ് കേസിൽ എടുക്കേണ്ട മെട്രിക്സ് പറഞ്ഞാൽ എക്സ് എത്രയാണ് വരിക? 15,000 അല്ലേ? പിന്നെ 30,000 മൈനസ് എക്സ്, അതായത് മൈനസ് 15,000. മെട്രിക്സ് എന്താ വരിക? 15,000 15,000. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് കേസ് നോക്ക്. സെക്കൻഡ് കേസ് നമുക്ക് 2,000 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് എടുക്കുക? ഇതിനൊന്നും മാറ്റമില്ല. ഇത് ഫസ്റ്റ് കേസ് കേട്ടോ. സെക്കൻഡ് കേസിൽ നമ്മൾ ഇതെന്ത് ചെയ്ത് കൊടുക്കണം? ഇവിടുത്തെ വാല്യൂ എന്തിടുക? 2,000 എന്ന് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നേരത്തെ ചെയ്ത മാതിരി തന്നെ എക്സ് ഇൻറ്റു 5/100 പ്ലസ് 30,000 മൈനസ് എക്സ് ഇൻറ്റു 7/100 is equal to 2,000. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5x പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ 21,0,0,0,0 മൈനസ് 7x is equal to ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ 2 lakh എന്ന് വരും അല്ലേ? അപ്പം മൈനസ് 2x is equal to 2,0,0,0,0 മൈനസ് 21,000 അല്ലേ? 00. ഇവിടെ എന്ത് വരും? 4 0 ഉണ്ട് അല്ലേ? അപ്പം 2 lakh 2,10,000 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് 2x ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 1,0,0,0,0 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 5,000 ആണ് വരിക അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കേസിൽ നമ്മളെ മെട്രിക്സ് 5,000, 30,000 മൈനസ് 5,000 which is equal to 5,000, 25,000. ക്ലിയർ ആയോ? മെട്രിക്സ് ഇങ്ങനെയാണ് വരിക, റോ മെട്രിക്സ്. അപ്പോൾ നമ്മൾ എമൗണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ബുക്ക് ഷോപ്പ്. ആ ബുക്ക് ഷോപ്പിൽ എത്ര 10 ഡസൻ കെമിസ്ട്രി ബുക്സ് ഉണ്ട് അല്ലേ? അപ്പം നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്സ് എത്രയാണ് വരിക? കെമിസ്ട്രി നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്സ് ശ്രദ്ധിക്ക്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ബുക്ക്. അപ്പം 10 ഡസൻ എന്ന് പറഞ്ഞാൽ 10 × 12 എത്ര? 120 ബുക്സ് ഉണ്ടാവും അല്ലേ? അതുപോലത്തെ നമ്പർ ഓഫ് എത്ര തന്നിട്ടുണ്ട്? ഫിസിക്സ് ബുക്ക്. ഫിസിക്സ് 8 ഡസനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 8 × 12 അപ്പോൾ എത്ര ബുക്സ് ഉണ്ടാവും? 96 ബുക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്കണോമിക്സ് തന്നിരിക്കുന്നത് എക്കണോമിക്സ് എത്രയാവുന്നത്? 10 ഡസൻ തന്നെ. അപ്പം 10 × 12 എത്ര? 120 ബുക്സ് ഉണ്ടാവും എക്കണോമിക്സ്. പിന്നെ ചോദിച്ചെന്താ പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസസ് ആർ ₹8, ₹60 ആൻഡ് ₹40 ഈച്ച് റെസ്പെക്ട്. ഈച്ച് എന്ന് പറയുന്നതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതല്ല, അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബുക്കിൻ്റെ പ്രൈസ് ആയിരിക്കും ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഒരു ഡസനായിരിക്കണം എന്നില്ല. അപ്പോൾ ഓരോ ബുക്കിൻ്റെയും പ്രൈസ് എത്രയാണ് വരിക? 80. അതായത് ഒരു കെമിസ്ട്രി നോട്ട് ബുക്കിൻ്റെ പ്രൈസ് 80, ഒരു എക്കണോമിക് ബുക്കിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സ് ബുക്കിൻ്റെ പ്രൈസ് 60, പിന്നെ എക്കണോമിക്സ് ബുക്കിൻ്റെ ₹40. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ദ ബുക്ക് ഷോപ്പ് വിൽ റിസീവ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോ മെട്രിക്സ് എടുക്കുക. റോ മെട്രിക്സിൽ
കെമിസ്ട്രി ബുക്സിൻ്റെത് എത്ര 120. നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്സ് 120 ആണ്. ഇവിടെ 96 ആണ്. ഇവിടെ വീണ്ടും 120 ആണ്. ഇത് സ്പെസിഫൈ ചെയ്യുന്ന ശരിക്കും ഇത് എന്താണ്? ഇത് കെമിസ്ട്രി ആണ്, ഇത് കെമിസ്ട്രി ആണ്, ഇത് ഫിസിക്സ് ആണ്, ഇത് എക്കണോമിക്സ് ആണ് അല്ലേ? ഇനി നമുക്ക് കോളമെട്രിക്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് നോക്കാം. കെമിസ്ട്രിക്ക് എത്രയാണ്? കെമിസ്ട്രി ബുക്സിന് 80 rupees. അപ്പോൾ ഇവിടെ 80 എന്ന് ഇടാം അല്ലേ? ഫിസിക്സിന് എത്രയാണ് വരുന്നത്? 60. ക്ലിയർ ആയോ? ഇവിടെ എന്താ വരിക? 40. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരൊറ്റ സിംഗുലാർ മെട്രിക്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു റോ മെട്രിക്സും ഒരു കോളം മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അതിലൊരു സിംഗിൾ എലമെൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കിട്ടുക? ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 120 into 80 120 into 80 plus 96 into 60 plus 120 into 40. ഇത് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 120. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിലും 120 കോമൺ ആണ്, ഇതിലും 120 കോമൺ. അപ്പം വേണമെങ്കിൽ എഴുതാം 120 into 80 plus 40 plus 96 into 60 അല്ലേ? ഇസ് ഈക്വൽ ടു 120 into ഇവിടെ എന്ത് വരും? 120 തന്നെ വരും. പ്ലസ് ഇവിടെ 0, 6 6 are 36, 3. അപ്പോൾ 5 7 9 into 6 54, 54 plus 3 57 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 14400. 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 5760 അല്ലേ? ഇതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 0 6 4 plus 7 1 വരും. 11 1, പിന്നെ 5 plus 4 9, 9 plus 1 0, പിന്നെ 1 2 അല്ലേ? അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു റുപ്പീസ് എത്ര വരും? 2,160. സോറി 2,160 അല്ല, 20,160 rupees. ഇത്രയും പൈസയാണ് നമുക്ക് ബുക്ക് സ്റ്റോറിന് കിട്ടുന്നത്. ക്ലിയർ ആയോ? ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ കുറച്ച് മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സും അതിൻ്റെ ഓർഡറും തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം നോക്ക്, ഇങ്ങനെയാണ് മെട്രിക്സ് തന്നിരിക്കുന്നത്. ഇപ്പം അസ്യൂം ദാറ്റ് എക്സ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ വരച്ചിരിക്കുകയാണ് അല്ലേ? ഓരോ മെട്രിക്സിൻ്റെ ഓർഡറും അവിടെ അടിയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റത്തെ 21st ക്വസ്റ്റ്യൻ നോക്ക്. പി വൈ പ്ലസ് എന്താ പറഞ്ഞത്? WY. പി വൈ പ്ലസ് WY ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ? അതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ഈ പി ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പിയും വൈയും നോക്കും, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത് രണ്ടുമാണ് പറയുന്നത്. ഈ പിയും ഈ വൈയും ആണ് പറയുന്നത് അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇയാളെ കോളം ഇയാളെ റോയും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം? പി വൈ പോസിബിൾ ആവണമെങ്കിൽ കെ ഈക്വൽ ടു എന്തായിരിക്കണം? 3 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി ഈ പി വൈൻ്റെ ഓർഡർ എന്തായിരിക്കും വരിക? പി വൈൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇതും പിന്നെ കെയും പി ബൈ കെ അല്ലേ വരിക അല്ലേ? പി ബൈ കെ ആയിരിക്കും വരിക അല്ലേ? അപ്പം കെ എന്ന് കിട്ടി നമുക്ക്
k ഈക്വൽ ടു 3 എന്ന് കിട്ടി. കാരണം ഇതും ഈക്വൽ ആയിരിക്കണം. അപ്പം മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ഉള്ളൂ. മറ്റേ ഇതിൻ്റെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളമും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആയിരിക്കണം. അപ്പോഴേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിൻ്റെ ഓർഡർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവും ആയിരിക്കും അതിൻ്റെ ഓർഡർ. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ സെയിം പി വൈനെ നമ്മൾ ഡബ്ല്യു വൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഡബ്ല്യു വൈൻ്റെ കേസ് എന്താ വരിക? ഡബ്ല്യു വൈ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് നോക്ക്. ഡബ്ല്യു വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതായത് അല്ലേ? അതിൻ്റെ ഓർഡർ എന്താ വരുന്നത്? n ബൈ കെ ആയിരിക്കും വരിക. ക്ലിയർ ആയില്ലേ? ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക. ഈ പി വൈ പ്ലസ് ഡബ്ല്യു വൈ ഇത് പോസിബിൾ ആവണമെങ്കിൽ എന്താ? ഇതിൻ്റെ ഓർഡറും സെയിം ആവണ്ടേ? എങ്കിൽ മാത്രമേ മെട്രിക്സിൻ്റെ അഡീഷൻ പോസിബിൾ ആവുള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആവണമെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പം അതായത് പി ബൈ കെ എന്തിന് ഈക്വൽ ആയിരിക്കണം? എൻ ബൈ കെക്ക് ഈക്വൽ ആവണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പി ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പി വൈ പ്ലസ് ഡബ്ല്യു വൈ പോസിബിൾ ആവണമെങ്കിൽ കെൻ്റെ വാല്യൂ എന്തായിരിക്കണം? 3. കൂടാതെ പി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പി വൈ അല്ല. കൂടാതെ പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എന്നിന് ഈക്വൽ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഫസ്റ്റ് കേസിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? എ ആണ് കറക്റ്റ് ആൻസർ. ഇനി n ഈക്വൽ ടു പി, ദെൻ ദ ഓർഡർ ഓഫ് മെട്രിക്സ് 7x മൈനസ് 5z അല്ലേ? n ഈക്വൽ ടു പി ആണ്. അപ്പം ഈ 7x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ ഇപ്പോൾ ഈ 7x എന്ന് പറഞ്ഞു കഴിഞ്ഞാലും x എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താവില്ല, ആ മെട്രിക്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/n തന്നെ ആയിരിക്കും. 5z എന്ന് പറയുന്നത് എന്താ വരിക? 5z തന്നെ അതാ ഇത് 5z. അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2p തന്നെ ആയിരിക്കും. അപ്പം മെട്രിക്സിൻ്റെ ഇവരെ നമ്മൾ എന്താ സബ്ട്രാക്ട് ചെയ്യുന്നത്? അപ്പം ഇവരെ ഓർഡർ എന്തായിരിക്കും? ഒന്നെങ്കിൽ 2/n ആയിരിക്കും, അല്ലെങ്കിൽ 2/p ആയിരിക്കും. ഇതിൽ എന്നും പിയും ഈക്വലും ആയിരിക്കണം അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷനും തന്നിട്ടില്ല. അതാ ഇവിടെ ഉണ്ട് 2/n, അത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/n. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇപ്പോൾ എ ഇൻറ്റു ബി ആണെന്ന് വിചാരിച്ച മൾട്ടിപ്ലിക്കേഷൻ, എൻ്റെ റോയും ബീൻ്റെ കോളും ഈക്വലായി വരുമ്പോൾ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. പിന്നെ മറ്റേ മെട്രിക്സ് ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ?